السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള അധ്യക്ഷൻ അബ്ദുസ്സലാം ബാഖവി അവർകൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും പ്രത്യേകിച്ച് സുപ്രഭാത പത്രത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വ നിലയിലുള്ള മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിലൂടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ, പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മറ്റ് ബഹുമാനമുള്ള മോമിനിങ്ങൾ, ബഹുമാനമുള്ളവരെ, വിശുദ്ധ റമളാനിലെ പുണ്യമായ ദിവസങ്ങളിൽ കൂടി നമ്മൾ കഴിഞ്ഞ് കൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും ഒരു ചെറിയ നിലക്ക് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സർവ സൃഷ്ടികളോടും വളരെയധികം കൃപയും കരുണയും ഒക്കെ ഉള്ളവനാണ്. മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആത്മീയമാവുന്ന വിജയത്തിന് ആവശ്യമാവുന്ന പ്രത്യേകമാവുന്ന ഒരു പ്രത്യേക ശാസ്ത്രം, അതാണ് വിശുദ്ധ ശരീഅത്ത്. ആ ശരീഅത്ത് മനുഷ്യരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ആ ശരീഅത്ത് ആ ശരീഅത്തിനെ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ. ഖുർആൻ ഇറങ്ങി പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമല്ല ശരീഅത്തുണ്ടായത്. വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ആ 23 വർഷ കാലഘട്ടത്തിൻ്റെ ഉള്ളിലായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനാവുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയും അല്ലാതെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ശരീഅത്തിനെ അവതരിപ്പിക്കപ്പെട്ടു. ആ ശരീഅത്തിൻ്റെ അടിസ്ഥാനമായി കൊണ്ട് അതിനെ മനസ്സിലാക്കപ്പെടേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിൽ നിന്നും ആണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ശരീഅത്തുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം ശരീഅത്തിൻ്റെ അടിസ്ഥാനമാവുന്ന അതിൻ്റെ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിനെ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെ സൃഷ്ടിച്ചു.
ആദം നബിക്ക് മുമ്പ് ഇവിടെ ഈ വർഗം ഇവിടെ ഉണ്ടോ ഇല്ല, അത് വേറൊരു ചർച്ചയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഞാൻ കിടക്കല്ല. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമാവുന്ന വിജയത്തിന് ആവശ്യമാവുന്ന ചില പ്രത്യേകമാവുന്ന നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതായിരുന്നു ആദം നബിയുടെ ശരീഅത്ത്. അതോടൊപ്പം സർവ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്ത് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ ആശയാദർശങ്ങൾ, അതിൻ്റെ അഖീദകൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അത് പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷവും മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അടിസ്ഥാനപരമായി ആ തത്വം അവർ സ്വീകരിക്കുകയും അവരിവിടെ പ്രബോധനം ചെയ്തു. അതാണ് അൽ അംബിയാഉ ഔലാദു അല്ലാത്ത്. അമ്പിയാക്കന്മാരൊക്കെ അവരൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്ത് വിശുദ്ധമാവുന്ന ഇസ്ലാം ദീനിനെയാണ്. എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധ ഇസ്ലാമിനാണ്. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദീനായിക്കൊണ്ട് അള്ളാഹു അംഗീകരിച്ചത്. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ വളഉൻ ഇലാഹിയും എന്നാണ്. അത് ഇലാഹിയാവുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു സംവിധാനമാണ്. അത് മനുഷ്യരെ അവർക്ക് എല്ലാ നിലക്കും ഇലാമാവുക ഖൈറും ലഹും ബിദ്ദാത്ത്, എല്ലാ നിലക്കും ഉത്തമമാവുന്ന ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു പാന്താവിലേക്ക് അവരെ അത് പിന്നെ തെളിച്ചുകൊണ്ടേയിരിക്കും. അത് മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും അടിസ്ഥാനപരമായി ഇസ്ലാം ദീനിനെ ഇവിടെ പ്രബോധനം ചെയ്തു. അതോടൊപ്പം വലിക്കുല്ലിൻ ജഅൽനാ ശിർഅതൻ വ മിൻഹാജ, അള്ളാഹു ഓരോ അമ്പിയാക്കന്മാർക്കും പ്രത്യേകമാവുന്ന ശരീഅത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. ചിലപ്പോൾ ചില നബിമാരെ ശരീഅത്ത് തന്നെ ആയിരിക്കും, മറ്റു ചില നബിമാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന്മാർക്ക് അവർക്ക് എല്ലാ നിലക്കും ഉത്തമമാവുന്നതായ ഒരു ശരീഅത്തിനെ അള്ളാഹു കാലഘട്ടത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലക്കുള്ള, പിന്നീട് അതൊക്കെ ദുർബലമാക്കപ്പെടേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തോടു കൂടി അത് ഇനി ദുർബലമാക്കപ്പെടേണ്ട ആവശ്യമില്ല. കാലികമാവുന്ന ഒരു ശരീഅത്ത് റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചു ഇതിനു വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ശരീഅത്തിൽ കൂടി ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏതാണ് സ്വീകരിക്കാൻ പാടില്ലാത്തത്, ഏതാണ് അവർക്ക് ഗുണം, ഏതാണ് ഗുണമില്ലാത്തത്, അത് അല്ലാഹു വിവരിച്ചു മനസ്സിലാക്കി നിർണയിച്ചു കൊടുത്തു. അങ്ങനെ മനുഷ്യവർഗം മനുഷ്യനിൽ അങ്ങനെയുള്ള മനുഷ്യൻ്റെ 3 ശക്തികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. ഒന്ന്, അവനിക്ക് ബുദ്ധിൻ്റെ ഒരു ശക്തി മനുഷ്യർക്കുണ്ട്, ഖുവ്വത്ത് അഖലിയ്യത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഖുവ്വത്ത് ഷഹ്വിയ്യത്ത്, വികാരശക്തി. പലതിരിക്കും അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടാവും, അവൻ്റെ ശരീരത്തിലുള്ള പല അവയവങ്ങൾക്കും പലതിനും ആഗ്രഹം ഉണ്ടാവും. ഈ ഒരു ശക്തിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഖുവ്വത്ത് വളബിയ്യ, ക്രോധത്തിൻ്റെ ശക്തി, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. എന്നിട്ട് ഈ ക്രോധത്തിൻ്റെ ശക്തിയെയും വികാരത്തിൻ്റെ ശക്തിയെയും എവിടെ ഉപയോഗിക്കണം എന്നുള്ള അതിൻ്റെ മേഖല നിർണയിച്ചു കൊടുത്തു. നമുക്ക് അവയവങ്ങൾക്കുള്ള വികാരങ്ങൾ, വയറിന് വികാരങ്ങൾ ഉണ്ടാവും. ആ വയറിൻ്റെ വികാരം എവിടെയാണത് നിർവഹിക്കേണ്ടത്, അതിന് മേഖല നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന മേഖലയിലാണ് വയറിൻ്റെ ശഹ്വത്തിന് നീ അടക്കേണ്ടത്, ഇന്ന ഭക്ഷണം നീ കഴിക്കാൻ പാടുള്ളൂ, ഇന്ന പാനീയങ്ങളെ നീ കുടിക്കാൻ പാടുള്ളൂ, ഇന്ന സാധനം നീ വയറിൻ്റെ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം അതിനൊരു മേഖല അല്ലാഹു നിർണയിച്ചു കൊടുത്തു. ആ മേഖലൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ശരീഅത്ത് നിരോധിച്ചതാണ്.
അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എടുത്തു നോക്കിയാലും കണ്ണിനിക്ക് ചില വികാരങ്ങളുണ്ടാവും. കണ്ണിനിക്ക് എല്ലാം കാണണം തോന്നുമല്ലോ, കണ്ണിൻ്റെ വികാരം അതാണല്ലോ. അപ്പോൾ എല്ലാം നോക്കാൻ പാടില്ല. നീ നോക്കേണ്ടത് അതിലേക്ക് പ്രത്യേകമാവുന്ന ചില അതിർവരമ്പുകളുണ്ട്, ചില മേഖലകൾ നിശ്ചയിച്ചു കൊടുത്തോളാം. ആ അതിർവരമ്പിൻ്റെ ഉള്ളിലുള്ള സംഗതികളെ നീ നോക്കാൻ പറ്റുള്ളൂ. അതാണ് അള്ളാഹു അനുവദിക്കപ്പെട്ടതായ നോക്കപ്പെടേണ്ട സ്ഥലങ്ങൾ. അതിൻ്റെ അപ്പുറത്തുള്ളത് നോക്കിയാൽ അത് ഒന്നിരിക്കൽ അത് കറാഹത്താവും, അല്ലെങ്കിൽ അത് ഖിലാഫുലൗലിയാവും, അല്ലെങ്കിൽ അത് ഹറാമാവും. ഇങ്ങനെ ശരീരത്തിന് ഓരോ അവയവങ്ങൾക്കും കാതിലേക്ക് ചില വികാരങ്ങളുണ്ട്. പക്ഷേ കാതിൻ്റെ വികാരങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാണ് ശരീഅത്ത് പറയുന്നത്. പക്ഷെ അതിന് അനുവദിക്കപ്പെട്ട മേഖലയിലാവണം അതിനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള അർത്ഥം. ഇങ്ങനെ സർവ്വ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടെ വികാരങ്ങളുണ്ടാവും. ആ വികാരങ്ങളെ സാധിപ്പിക്കാൻ അള്ളാഹു അതിലേക്ക് ചില പ്രത്യേകമാവുന്ന മേഖലകൾ നിശ്ചയിച്ചു കൊടുത്തു. ആ മേഖലകൾ അപ്പുറത്ത് പോയിക്കൊണ്ട് നീ സാധിപ്പിച്ചാൽ അത് ഒന്നിരിക്കൽ അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് കറാഹത്താണ്, അത് ഖിലാഫുല്ലൗലിയാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ക്രോധശക്തിയെയും എവിടെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഇങ്ങനെ മേഖലയിലെ നീ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഇതല്ലാത്ത മേഖലയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് കറാഹത്താണ്, അല്ലെങ്കിൽ അത് ഖിലാഫുല്ലൗലിയാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിലേക്ക് ഇവിടെ ജീവിക്കാൻ അവനക്ക് എല്ലാ നിലക്കും ഉത്തമമാവുന്നതായ ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു നൽകി. അതാണ് വിശുദ്ധ ശരീഅത്ത്. ആ ശരീഅത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അവൻ ഇവിടെ ജീവിക്കേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 3 ശക്തികളും മനുഷ്യരിൽ ഉണ്ടാവുമ്പോൾ മനുഷ്യൻ്റെ വികാരത്തിൻ്റെ ശക്തി, ക്രോധത്തിൻ്റെ ശക്തികളൊക്കെ എന്താവും എന്നറിയോ? അത് ചിലപ്പോൾ അവൻ്റെ ഖുവ്വത്ത് അഖലിയ എന്ന് പറയുന്ന ആ ബുദ്ധി ശക്തിയേക്കാൾ ചിലപ്പോൾ മികച്ചു കൊണ്ടിട്ട് ഹറാമിലേക്കും കറാഹത്തിലേക്കും ഖിലാഫുല്ലൗലിയിലേക്കും ഒക്കെ അവനെ നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് നയിക്കപ്പെടുമ്പോഴാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. അപ്പം മനുഷ്യൻ സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്യുന്നുള്ളത് അവൻ്റെ പ്രകൃതി അങ്ങനെയാണ്. മലായിക്കത്തിനെ പോലെയല്ല. മലായിക്കത്ത് തെറ്റ് ചെയ്യാത്തതിലൊരു അത്ഭുതമില്ല. കാരണം തെറ്റ് ചെയ്യാൻ കഴിയാത്തൊരു പ്രകൃതമാണ് അവരുടെ പ്രകൃതം. നേരെ മറിച്ച് മലായിക്കത്തിൻ്റെ പ്രകൃതം പോലെയല്ല മനുഷ്യൻ്റെ പ്രകൃതം. അപ്പോൾ അത് മലായിക്കത്തിൻ്റെ ആ സ്വഭാവത്തിൽ ആ മനുഷ്യരായി തീരണം. അതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയ. പക്ഷെ മലായിക്കത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതും അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യാതിരിക്കുന്നതും വ്യത്യാസമുണ്ട്. കാരണം മലായിക്കത്തിൽ തെറ്റിനെ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി അവരിലില്ല. അമ്പിയാക്കന്മാരങ്ങനെയല്ല, സാധാരണ മനുഷ്യന്മാർക്കുള്ള മനുഷ്യന്മാരാണ് അവർ. പക്ഷേ സാധാരണ മനുഷ്യന്മാരല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് കൊടുക്കലോടുകൂടി അവരെ സാധാരണ മനുഷ്യൻ എന്നതായ ആ അവസ്ഥയിൽ നിന്ന് അവർ ഉയർത്തപ്പെട്ടു. അപ്പം അവരിൽ നിന്നിട്ട് തെറ്റുണ്ടാവുന്ന അല്ല, തെറ്റുള്ള ഒരാൾ എന്തെങ്കിലും നിലക്ക് അല്ലാഹു നിരോധിച്ച സംഗതികൾ, അത് കറാഹത്ത് മാത്രമല്ല ഖിലാഫുൽ ചെയ്യുന്ന ഒരു സ്വഭാവം വരെ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവില്ല. അപ്പം മലായിക്കത്തിനെ പോലെയല്ല മനുഷ്യൻ. പക്ഷേ മനുഷ്യന്മാരിൽ നിന്ന് അമ്പിയാക്കന്മാരല്ലാത്ത എല്ലാവരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നും സംഭവിക്കാം. സംഭവിക്കണം എന്നല്ല, സംഭവിക്കാം. സംഭവിച്ചാൽ തന്നെ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാകുമ്പോൾ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ സമയത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുടനെ തന്നെ അതിൻ്റെ പരിഹാരമാവുന്ന തൗബ നിർദ്ദേശിക്കപ്പെടുക. ആ നിലക്കുള്ള പ്രത്യേകമാവുന്ന ഒരു ഹിഫ്ള് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കുണ്ടാവും. പക്ഷെ സാധാരണ മനുഷ്യന്മാരോ അവരിൽ നിന്ന് തെറ്റുകളേ സംഭവിക്കുള്ളൂ അധികം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമുക്ക് തെറ്റ് സംഭവിക്കുന്നതായ സാധാരണക്കാരാവുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തെറ്റുകളേക്കാൾ അവൻ്റെ നന്മകൾ എന്താവണം? മികച്ചു നിൽക്കണം. അങ്ങനെ നന്മകൾ മികച്ചു നിൽക്കാൻ ആവശ്യമാവുന്ന നിലക്കുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ അല്ലാഹു നിർണ്ണയിച്ചു. ഇന്ന സ്ഥലത്ത് നീ ഇബാദത്ത് ചെയ്താൽ എനിക്ക് പ്രത്യേകമാവുന്ന കൂലികൾ അല്ലാഹു നിശ്ചയിച്ചു. ചില പ്രത്യേകമാവുന്ന സമയത്തിന് അല്ലാഹു നിശ്ചയിച്ചു. ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസം സമയമുണ്ട് എന്ന് പറഞ്ഞു.
ആ സമയം ഇന്ന സമയമെന്നത് അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലിനും അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അത് അറിയിച്ചു കൊടുത്തില്ല. ആ സമയം ഒരു പ്രത്യേകമായ ഒരു സമയമായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുഴുവനും ആ സമയത്തിന് പ്രത്യേകമായി കൊണ്ട് ലഭിക്കപ്പെടാൻ വേണ്ടി ആ സമയത്തിന് പിന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വെള്ളിയാഴ്ച മുഴുവനും ഈ ഇബാദത്തുകളൊക്കെ കൊണ്ട് ധന്യമാക്കണം എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണ്? നമ്മളെ നന്മകളും തിന്മകളും പരിശോധിക്കപ്പെടുമ്പോൾ നമ്മളെ തിന്മകളേക്കാൾ നന്മകൾ മികച്ചു നിൽക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ നമുക്ക് മനുഷ്യവർഗത്തിനോട് അള്ളാഹുവിനുള്ളതായ കൃപയും അള്ളാഹുവിൻ്റെ കരുണയൊക്കെ. അപ്പം അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ആ ദിവസം ഇന്ന സമയം എന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന്. ആ സമയം പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടിട്ട്? ആ സമയം മാത്രം ഉപയോഗിക്കാനല്ല വേണ്ടത്, ആ ദിവസം മുഴുവൻ ഉപയോഗിച്ചിട്ട് നിന്റെ നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ആ രേഖയിൽ അധികം നന്മകൾ രേഖപ്പെടുത്തപ്പെടട്ടെ. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ട് നിന്റെ നന്മകൾ നിന്റെ തിന്മകളേക്കാൾ എന്താവണം? അത് അധികമാവണം. എന്നതുപോലെ ചില പ്രത്യേക ദിവസങ്ങൾക്ക്, ഇനി വെള്ളിയാഴ്ച പോലത്തെ ചില പ്രത്യേക ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്നതായ ചില ബഹുമാനവും ആദരവൊക്കെ നൽകിക്കൊണ്ട് അതിനെ അല്ലാഹു പ്രത്യേകം പരിഗണിച്ചു. എന്നതുപോലെ ചില മാസങ്ങൾ, വിശുദ്ധ റമളാൻ, റമളാനിൻ്റെ ഒരു പ്രത്യേകമാവുന്ന ഒരു മാസമായി കൊണ്ട് പരിഗണിക്കുകയും അതിലുള്ള ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയതായ സവാബുകളെ സവാബുകളിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ആ മാസത്തിൽ പ്രത്യേകമാവുന്ന ഒരു ദിവസത്തിന് നിശ്ചയിച്ചു തരികയും ആ ദിവസം ഇന്ന ദിവസം എന്നുള്ളത് അള്ളാഹുവിനും റസൂലുള്ളാഹിക്കും അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അത് റമളാൻ്റെ അവസാനത്തെ പത്തിലുള്ള വറ്റിയായ രാത്രികളിൽ പ്രതീക്ഷിച്ചോളി എന്ന് പറഞ്ഞു. വറ്റിയായ രാത്രി എന്തുകൊണ്ട്? വറ്റിയായ ഓരോ രാത്രിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അവൻ്റെ നന്മകളെ അവൻ്റെ തിന്മകളേക്കാൾ എന്താവണം? മികച്ചു കിട്ടണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ അവനെ ഹാജരാക്കപ്പെടുമ്പോൾ അവൻ്റെ നന്മകൾ മികച്ചു നിൽക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ടാവണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമാവുന്ന മാസങ്ങൾ, ചില പ്രത്യേകമാവുന്ന ദിവസങ്ങൾ, ചില പ്രത്യേകമാവുന്ന സ്ഥലങ്ങൾ ഇതിനൊക്കെ അല്ലാഹു നിശ്ചയിച്ചു. ഇതിനു വേണ്ടി ആ ദിവസങ്ങളെയും ആ സമയങ്ങളെയും ആ മാസങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് നിൻ്റെ നന്മകൾ എന്താവണം? നിൻ്റെ തിന്മകളേക്കാൾ മികച്ചു നിൽക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരു ആത്മപരിശോധന നടത്തണം. വിശുദ്ധമാവുന്ന റമളാൻ, ആ റമളാനെ നമ്മളെങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയത്? ഞാൻ ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വരാൻ പോണ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദർ ഇന്ന ദിവസം ഉണ്ടാവുമെന്ന് റസൂലുള്ള പ്രഖ്യാപിക്കാൻ വന്നതാണ്. പക്ഷേ അത് ഇന്ന ദിവസം എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ സഹാബത്ത് എന്തോ വിഷയം പറഞ്ഞ് തർക്കം കൂടുന്നതാണ് കണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഇന്ന മുഅയ്യനത്താവുന്ന ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങളെ തർക്കം കാരണം അതിനെ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ ഇല്ലാതെയായി എന്നല്ല ഷിയാക്കൾ പറയുന്നത് പോലെ. പിന്നെന്താ ഇതിൻ്റെ അർത്ഥം? ലൈലത്തുൽ ഖദർ ഇന്ന ദിവസത്തിലാണെന്നുള്ളതിനെ എന്താക്കി? പ്രത്യേകമാവുന്ന ആ നിർണയിക്കപ്പെട്ട രാത്രിനെ എന്താക്കപ്പെട്ടു? അതിന് ഉയർത്തപ്പെട്ടു. പക്ഷേ ലൈലത്തുൽ ഖദർ ഒറ്റയായ രാത്രി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക റമളാനിലുള്ളതായ ഒറ്റയായ രാത്രികൾ, അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിൽ. അപ്പോൾ അവസാനത്തെ പത്തിലുള്ള ഈ ഒറ്റയായ രാത്രികൾ മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ഓരോ റമളാൻ കഴിയുമ്പോഴും നമ്മളെ നന്മകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ തിന്മകളേക്കാൾ അതിനെന്താവണം? മികച്ചു നിൽക്കണം. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് അല്ലാഹു അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഈ വിശുദ്ധ റമളാൻ ഇവിടെ വന്നു കഴിയാൻ പോവുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു സംഗതിയാണ്. എന്ത് നമ്മൾ ചെയ്തു? എങ്ങനെ ഈ വിശുദ്ധമായ ദിവസങ്ങളെ അതിൻ്റെ രാവിലെയും പകലിൻ്റെയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി? ഇതൊരു നോമ്പ് തുറക്കലും അതിനോടനുബന്ധിച്ച ചാപ്പാടൊക്കെ ആയിട്ട് കൂടുതൽ മാത്രമാണോ? അതല്ല വേറെന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ ആലോചിച്ച് വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച്
നമ്മളെ ജീവിത രീതി എന്തെങ്കിലും നിലക്കുള്ള അതിൽ മോശത്തരങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഒരു പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് നമ്മളൊക്കെ കടക്കണം. ആ വിശുദ്ധി അടുത്ത റമളാൻ വരെ കാത്തു സൂക്ഷിക്കുകയും വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്ന് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനാവുന്ന ഹാമിദ് കോയമ്മ തങ്ങൾ നബറല്ലാഹു മർഹദ് അവരെ അനുസ്മരിക്കപ്പെടുന്ന ഒരു സദസ്സാണത്. ഹാമിദ് കോയമ്മ തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ പണ്ഡിതരായിരുന്നു, സാദാത്തികളിൽപ്പെട്ട മഹാനായിരുന്നു. അവർ ഈ പ്രദേശത്ത് ഇവിടെ വന്ന് പ്രവാസികളാവുന്ന നിങ്ങളോടൊപ്പം നിന്ന് ആത്മീയമാവുന്ന നേതൃത്വത്തിൽ അങ്ങനെ നൽകിക്കൊണ്ടിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ ആ ബാന്ധാവിൽ കൂടി നിങ്ങളൊക്കെ ചലിപ്പിക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് വലിയൊരു ആത്മീയമാവുന്ന ഒരു വിപ്ലവം തന്നെ ഇവിടെ ഉണ്ടാക്കി തീർത്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. വലിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. ആരോട് കാര്യം തുറന്നു പറയുന്നതിൽ യാതൊരു നിലക്കുള്ളതായ ഒരു വൈമനസ്യോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് പറയാതിരിക്കാനൊന്നും മൂപ്പര് ഒരിക്കലും ആ ഒരു സ്വഭാവം മൂപ്പര് സ്വീകരിച്ചിട്ടില്ല. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉ അല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഈമാൻ ഉണ്ടാവുക, അതോടുകൂടെ അറിവും ഉണ്ടാവുക. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ കൊടുത്തുകൊണ്ട് അവരെ അല്ലാഹു ആദരിക്കും. അല്ലാഹു അവരാദരിക്കാൻ വേണ്ട ഒരു പ്രചോദനം മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ. ഒരു മനുഷ്യരെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. ജിബ്രീലെ ഈ ഇന്നാലിൻ്റെ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹബീബായി സ്വീകരിച്ചു, അതുകൊണ്ട് ഫഅഹിബ്ബഹു. ജിബ്രീലെ നീയും ആ മനുഷ്യനെ ഹബീബായി കൊണ്ട് സ്വീകരിക്കണം. ഫയുഹിബ്ബുഹു ജിബ്രീലു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ മനുഷ്യനെ എന്താക്കും? ഹബീബായി കൊണ്ട് സ്വീകരിക്കും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്തും മറ്റുള്ള ആളുകളോട് വിളംബരം ചെയ്യും അള്ളാഹുവിന് ഉദ്ദേശമനുസരിച്ച്. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാലിന്ന വ്യക്തിയെ അള്ളാഹുവിൻ്റെ ഹബീബായി സ്വീകരിച്ചിട്ടുണ്ട്. ഫഅഹിബ്ബുഹു, നിങ്ങളും അദ്ദേഹത്തിനെ ഹബീബായി കൊണ്ട് സ്വീകരിക്കണം. അങ്ങനെ ഹബീബായി സ്വീകരിക്കുക മാത്രമല്ല, സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമാവുന്ന ഒരു അംഗീകാരം അള്ളാഹു ഉണ്ടാക്കിക്കൊടുക്കും. അപ്പോൾ അതാണ് മഹാനാവുന്ന തങ്ങളവറുകൾ അവരുടെ ജീവിത രീതി ആ നിലക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ജീവിത രീതിയായിരുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇൽമും അദ്ദേഹത്തിൻ്റെ തഖ്വയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് ഇവിടെ ഒരു ശരിക്കുള്ള ഒരു വിപ്ലവം തന്നെ, ആത്മീയമായ ഒരു വിപ്ലവം ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ കാലഘട്ടമൊക്കെ അങ്ങനെയല്ലേ, ഇസ്ലാം വളരെയധികം ശോഷിച്ചു പോകുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ബദൽ ഇസ്ലാമു ബദൽ ഇസ്ലാമു വരീബാന്ന. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ശരീഅത്തുമായി ഇവിടെ വരുമ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥ എന്താ? അന്ന് മോശമായ അവസ്ഥകളായിരുന്നുണ്ടായിരുന്നത്. എല്ലാ നിലക്കുള്ള തമ്മാടിത്തരങ്ങളും അവിടെ പന്തലിച്ചു. അത് ജനങ്ങളൊക്കെ എല്ലാ നിലക്കുള്ള ദുർമാർഗങ്ങൾക്കും അടിമപ്പെട്ടു. മാത്രമല്ല, ചെയ്യണ തമ്മാടിത്തരങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിട്ട് അതിൻ്റെ അഭിമാനം കൊള്ളുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
ഒമാസാല തഷ്റാ ബിൽ ഖുമൂറ വലദ്ദത്തി വബൈഇ വഇൻഫാഖി ത്വരീഫി വമുത്ലദി എന്ന് പറഞ്ഞു. കള്ള് എൻ്റെ ഒരു ഹോബിയായിരുന്നു. കള്ള് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാപ്പമാർ സമ്പാദിച്ച ആ പൂർവിക സ്വത്തും ഞാൻ സ്വന്തം സമ്പാദിച്ച സ്വത്തൊക്കെ അതിനു വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയതാണ്. അങ്ങനെ മറ്റുള്ള ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കലും എൻ്റെ ഒരു ഹോബിയായിരുന്നു. ഒമാസാല തസ്റാ നദാമായ ബീദുൻ കന്നുജൂമി വഖൈനത്തുൻ തറൂഹു അലൈനാ ബൈന ബുർദി മുജ്സദി. കള്ള് വളമ്പി തന്നവർ സുന്ദരന്മാരാവുന്ന കുട്ടികളായിരുന്നു. ഒപ്പം കള്ള് കുടിച്ചവരോ അവർ സുന്ദരന്മാരായിരുന്നു. കള്ള് കുടിക്കുന്ന സമയത്ത് സുന്ദരികളാവുന്ന സ്ത്രീകൾ വന്ന് അവർ വസ്ത്രം അണിഞ്ഞിട്ടും വസ്ത്രം ഇല്ലാതെയൊക്കെ ഞങ്ങളെ മുന്നിൽ വന്ന് നൃത്തം ചെയ്തു തരും. അപ്പം തമ്മാടിത്തനങ്ങൾ ചെയ്യുക മാത്രമല്ല, ചെയ്ത തമ്മാടിത്തനം പരസ്യമായി പറയാണ്. വതഖ്സീറു യൗമദ്ദജ്നി വദ്ദജ്നു മുഅ്ജിബുൻ ബിബക്ഹാനത്തിൻ തഹത തിറാഫിൽ മുമദ്ദദി. സുന്ദരികളാവുന്ന സ്ത്രീകളെ സുന്ദരമാവുന്ന മണിമാളികൾക്കുള്ളിൽ വെച്ചുകൊണ്ടിട്ട് അവരുമായി കൊണ്ട് ദിവസങ്ങൾ പങ്കിട്ടതിനെപ്പറ്റി അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് പരസ്യമായിട്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം അതാണ് ബദൽ ഇസ്ലാമോ വജീബ. ഇസ്ലാം ഇവിടെ വരുമ്പോൾ അത് ഇവിടെ ഒരു നവോത്ഥാന പ്രക്രിയയായിട്ടാണ് ഇസ്ലാം. അന്ന് നടന്നു പോതിരുന്ന സർവ്വ തമ്മാടിത്തനങ്ങളും അതിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടിട്ട് ശരിയായ മാർഗങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത നിലക്കാണ് ഇസ്ലാം ഇവിടെ വന്നത്. വസയഊദുകമാബദ, ആ ഒരു അവസ്ഥ പിന്നീടുണ്ടായിത്തീരും ഇസ്ലാമിലേക്ക്. അപ്പം തൂബാദിൽ ഉറബാ, അപ്പം ആ കാലഘട്ടത്തിൽ ഉറബാ എന്ന് പറഞ്ഞാൽ അല്ലദീന യുസ്രിഹൂന ഹാദദ്ദീൻ ബഅദ ഫസാദിഹി. ഈ ദീനിക്ക് ഫസാദ് വന്നതിൻ്റെ ശേഷം ഈ ദീനിനെ എന്താക്കുക, നന്നാക്കുന്ന ആളുകൾ, അതാണ് മുസ്ലിഹീൻ, അതാണ് ഉറബാ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല. ഫസാദ് വന്നാൽ പിന്നെ ആ ഫസാദിൽ കൂടി സഞ്ചരിക്കുന്നതായ സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലദീന യുസ്രിഹൂന ഹാദദ്ദീൻ ബഅദ ഫസാദി. ഈ ദീനിക്ക് ഫസാദ് വന്നതിന് ശേഷം ആ ദീനിനെ എന്താക്കുക, നന്നാക്കി ദീനിൻ്റെ ശരിയായ റൂട്ടിലേക്ക് ജനങ്ങളെ നയിക്കുക. അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയവും എല്ലാ നിലക്കുള്ള സന്തോഷവും എന്നൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അന്നുള്ളതിനേക്കാൾ കണ്ടില്ലേ, ഇപ്പോൾ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അന്ന് ജാഹിലിയ്യത്തിലുള്ളതിനേക്കാൾ വലിയ നിലക്കുള്ള കച്ചവടങ്ങളും ഇതിനൊക്കെയുള്ളതായ ക്രിയവിക്രയങ്ങളുമാണ് മയക്കുമരുന്ന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് അതെൻ്റെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ അത് ക്രിയവിക്രയം ചെയ്യുക, അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. വീട്ടിൽ വാപ്പ വിൽക്കണ ഒരുത്തം പറയുകയാണ്, ഞാൻ തന്തക്കും കൊടുത്തു തള്ളക്കും കൊടുത്തു, വീട്ടിലുള്ള പെൺകുട്ടികൾക്കും കൊടുത്തു, ആൺകുട്ടികൾക്കും ഒക്കെ വാങ്ങലുണ്ട് എന്നോട്. ഒക്കെ എൻ്റെ സ്ഥിര കസ്റ്റമറാണെന്ന് പറയുന്നത്. ഒരു വീട്ടിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇന്നൽക്ക് ആത്മീയമായി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിട്ട് ആത്മീയമായ വഴിയിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകണം. അതിനാവശ്യമാവുന്ന സംഘടനകളും നേതാക്കന്മാരൊക്കെ ഉണ്ടാവണം നമുക്ക്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. അത് ആത്മീയമായ ഒരു വഴിയിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഘടനകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിന് വിമർശിക്കുകയല്ല വേണ്ടത്. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് എങ്ങനെയെങ്കിലും ഒരു വർക്കത്തിൽ സ്വപ്നം കണ്ട് സ്ഥാപിച്ചതല്ല. അത് മഹാന്മാരാവുന്ന തികച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരുടെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ. മഹാനാവുന്ന ശൈഖുനാ ശംസുലമായ ഖദ്ദസല്ലാഹ് അവർ പറയലുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച്, മൂപ്പര് ഖുത്ബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പോൾ അവർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടന, അവർ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അവരെ മശായിഖന്മാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ആ ശൃംഖല, അവരോടൊക്കെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ള ഈ സംഘടന.
അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന വളർന്ന് പന്തലിച്ചു. 14ഓളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും ധാരാളം പോഷക സംഘടനകളൊക്കെയാണുള്ളത്. അപ്പോൾ ആ നിലക്ക് ഈ സംഘടന വളർന്ന് പന്തലിച്ചു. 100 വർഷം ഇവിടെ പ്രവർത്തിച്ചു ഇന്ത്യ രാജ്യത്ത്. പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിനെ തകർക്കുന്ന നിൽക്കോ അല്ലെങ്കിൽ ഭീകര സ്വഭാവങ്ങളോ ഭീകരമാവുന്നതായ പ്രസ്ഥാനങ്ങൾക്ക് സഹായം ചെയ്യുന്ന സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അത് തീവ്രതയുടെ ഏതെങ്കിലും നിലക്കുള്ള മോശമായ സ്വഭാവം ഇതൊന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നിന്ന് ഈ കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഭരണാധികാരികളും നിയമപാലകരൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും അത് ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കുന്ന സംഘടന അല്ലത്, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം ജനങ്ങളെ ആത്മീയമാവുന്നതായ ആ സരണിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ പടുത്തുയർത്തപ്പെട്ട ഒരു സംഘടനയാണെന്ന് അവർക്കറിയാം. ഈ സംഘടനയുടെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി മാസത്തിൽ കാസർഗോഡ് കുരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിപുലമായ പരിപാടികളോടുകൂടെ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്, നേതാക്കന്മാരോടും പ്രവർത്തകരോടും മറ്റ് അനുഭാവികളോടൊക്കെ പറയാനുള്ളത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ 100ാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കി തീർക്കണം. അത് ചരിത്ര സംഭവമാക്കി തീർക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണം. ആ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട എല്ലാ നിലക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവണം. കഴിയുന്ന പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുകയും അതിൽ പങ്കെടുത്തുകൊണ്ട് പഠനാർഹമായ പല ക്ലാസ്സുകൾ, പല പ്രസംഗങ്ങൾ, മറ്റ് പല കാര്യങ്ങളൊക്കെ ഒരു ദീനിനെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന നിലക്കുള്ള എല്ലാ പരിപാടികളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് ആ നിലക്ക് സമ്മേളനം വിജയിപ്പിക്കാനും അത് ചരിത്ര സംഭവമാകാനൊക്കെ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനാവുന്ന തങ്ങളുടെ സ്മരണാർത്ഥം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ഹക്ക് പോലെ അതാകെ ചെയ്യാനും റമളാനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർക്കുള്ള എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയും കുടുംബങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാത്ത നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കുള്ള ഖബൂറുകളെയും അള്ളാഹു സുഖഭോഗാവനാക്കട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടിത്തട്ടെ. അവർ നമ്മളൊക്കെ റമളാനിൽ ഇത്ഖയിൽപ്പെടുന്ന മുഅ്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്കൊക്കെ ഉള്ള ആഖിബത്ത് അള്ളാഹു ഒന്നാക്കി തരട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവർക്കുള്ള ആഖിബത്ത് ഒന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഭരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നമ്മൾക്കൊക്കെ നൽകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ആഫത്തിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അതുപോലെ മറ്റുള്ള ഏതെല്ലാം നിലക്കുള്ള ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ശൈത്താനിയാവുന്ന സർവ്വ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും നമ്മളോട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കട്ടെ. ദുനിയവിയും ഉഖറവിയുമാവുന്ന എല്ലാ ഫളീഹത്തിനും തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൃദയത്തിൽ അള്ളാഹു വിശുദ്ധമാക്കി തരട്ടെ. ഹൃദയത്തിൽ ഇത് മോശമായ സർവ്വ ദുസ്വഭാവങ്ങളെയും അള്ളാഹു അതിൽ നീക്കിത്തരട്ടെ. മഹ്മൂദത്താവുന്ന ഔസാഫുകളെ കൊണ്ട് നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു നടക്കട്ടെ. ഈമാൻ്റെ പ്രകാശം കൊണ്ട് അള്ളാഹു നടക്കട്ടെ. ഈ ബഹുമാനിക്കപ്പെടേണ്ട സംഗതികളെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നതായ വിഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഖിദ്മത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയങ്ങൾ, അതിൻ്റെ അഖീദകൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ആചാരങ്ങളനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത്, എല്ലാവരോടും സുപ്രഭാതം പത്രം അത് നമ്മളെ പത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നതിലും
അതിന് വേണ്ട അതിന് വരിക്കാരെ ചേർക്കുന്നതിലും വരിക്കാരാവുന്നതിലൊക്കെ എല്ലാവരും ഭാഗവക്കായി കൊണ്ടിട്ട് ആ പത്രം ഇവിടെ നമ്മളെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളൊരു പത്രം എന്നുള്ള നിലക്ക് നമുക്ക് വായിക്കാനും അന്നിലേക്കുള്ള ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡിലാണ് ഇന്നലെ കുറേ ദിവസങ്ങളിപ്പോൾ ഞാൻ ആ പത്രം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാവരും എല്ലാ നിലക്കുള്ള പിന്തുണയും സഹായവും സഹകരണമൊക്കെ എല്ലാവരും ഉണ്ടാവണമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട ഹാമിദ് കോയമ്മ തങ്ങൾ അവരുടെ ആഖിറത്തിലുള്ള പദവി അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവർ ചെയ്തു തന്ന എല്ലാ സേവനങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലെ മഹാന്മാരോട് കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.